ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക തടവറയിലാക്കിയിരിക്കുന്ന പ്രതാപവർമ്മയുടെ കൂട്ടുകാരനെ അവൾ ഉപദ്രവിച്ചിട്ട് പറയുന്നു, എടാ കോടാനുകോടി രൂപയുടെ സ്വത്തുള്ള പ്രതാപന്റെ മകൾ ഋതിക, അവളെ എനിക്ക് വേണം. എനിക്ക് അവളോട് സ്നേഹമോ വാത്സല്യമോ ഒന്നും ഉണ്ടായിട്ടല്ല. അവളെ ഞാൻ എൻ്റെ മരുമകളാക്കാൻ തീരുമാനിച്ചു. എൻ്റെ മകൻ അവളോട് പ്രേമവും ഇല്ല. പക്ഷെ ഈ സ്വത്തുക്കളൊക്കെ വേറെ ആർക്കും പോകാൻ പാടില്ല. പക്ഷേ നിന്റെ കൂട്ടുകാരൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ, ആ പത്മാവതിയുടെ അമ്മ, അവരും പ്രതാപനും കൂടെ ചേർന്നിട്ടേ ഋതികയെ ആ ഡ്രൈവർ വേണുവിന്റെ മകനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയടാ. അവന്റെ മോളുണ്ടല്ലോ ഋതിക, അവള് സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ അങ്ങോട്ട് കല്യാണ മണ്ഡപത്തിലോട്ട് കേറാനങ്ങ് റെഡിയായി. എന്നാലേ നിനക്ക് കേക്കണോ, ആ രാജു പറയുക അവന് ഋതികയെ വേണ്ടാന്ന്. എൻ്റെ ഈ സന്തോഷമൊക്കെ നിന്നോടല്ലാതെ എനിക്ക് മറ്റാരോടെങ്കിലും പങ്കുവെക്കാൻ പറ്റുവോടാ എന്നും പറഞ്ഞ് കൊലച്ചിരി ചിരിക്കുവാണ് അവള്. നിന്റെ ഈ കൊലച്ചിരി ഒരു ദിവസം അവസാനിക്കുവടി. നീ കരയുന്നതും ഞങ്ങളുടെ മുന്നിൽ യാചിക്കുന്നതും ഞാൻ കാണും. അംബിക പൊട്ടിച്ചിരിച്ചോണ്ട് പറയുക, അത് അന്നല്ലേടാ, എന്നാലേ നീ ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോടാ എന്നും പറഞ്ഞ അവിടെ കയ്യിലിരിക്കുന്ന ആ പത്തല് കൊണ്ട് തലങ്ങും മെലങ്ങും അയാളെ ഇട്ടങ്ങ് അടിക്കുവാണ്. ഒരു ദാക്ഷിണ്യമില്ലാതെ അവിടെ ആ അടി കൊണ്ട് പാവം അയ്യോ അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അടിച്ചവിടെ കൈ കുഴഞ്ഞെന്ന് തോന്നുന്നു. അപ്പോഴവിടെ നിൽക്കുന്ന ഗുണ്ടായോട് അവള് പറയുന്നു, എടാ ഇവനിനി പച്ചവെള്ളം പോലും നീ കുടിക്കാൻ കൊടുത്തു പോയേക്കരുത്. ശരി മേഡം എന്നവൻ പറയുന്നു. എന്നിട്ട് അംബിക അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. വേണുവേട്ടൻ മുറിയിൽ വന്ന് ഒരു പെട്ടി തുറന്നിട്ട് അതിൽ നിന്നൊരു ഫയൽ എടുത്തിങ്ങനെ കൈ വെച്ചിരിക്കുവാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നു, വർമ്മ സാറൂടെ സമ്മതിച്ച ഈ സാഹചര്യത്തിൽ ഈ കല്യാണം അങ്ങ് ഭംഗിയായിട്ട് നടന്നാ മതിയായിരുന്നു. ഇടങ്കോലിടാനായിട്ട് ഇനി ആരെങ്കിലും വന്നാ കൂടെ പോകാൻ പറയും ഞാൻ. ഈ കല്യാണം ഈ വേണു നടത്തും. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജു വന്നിട്ട് വേണുവേട്ടനോട് പറയുന്നു, അച്ഛാ എനിക്ക് അച്ഛനോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് നമ്മൾ മാത്രം അറിയേണ്ട കാര്യമാണോടാ? അതെ അച്ഛാ. എന്നാ നീ ഒരു കാര്യം ചെയ്, ആ വാതിൽ അങ്ങോട്ട് അടച്ചേരെ. രാജു ആ വാതിലിന് കുറ്റിയിടുന്നുണ്ട്. വാല് പൊക്കുന്നത് എന്തിനാണെന്ന് വേണുവേട്ടന് മനസ്സിലായി. വേണുവേട്ടൻ ചോദിക്കുന്നു, എന്താടാ? അച്ഛാ, ഞാൻ അറിയാതെ എൻ്റെ കാര്യത്തിൽ ചില ആലോചനകൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ ആലോചന? എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്തുവാ കാര്യം എന്ന് വെച്ചാ പറയടാ. രാജു പറയുവാ, എന്റെ കല്യാണം തീരുമാനിച്ചുറപ്പിച്ചു എന്ന് കേട്ടു. അതേടാ, എന്താ നിനക്ക് കല്യാണം വേണ്ടായോ? അതോ ഇനി നീ സന്യാസിയായിട്ട് ജീവിച്ച് ഒടുവിൽ സമാധിയാകാനാണോ നിന്റെ തീരുമാനം? മക്കള് പ്രായമായാലേ മാതാപിതാക്കൾ അവരുടെ കല്യാണം നടത്താൻ ആലോചനകളൊക്കെ നടത്തും. ആ ഒരു ഉത്തരവാദിത്വം ചെയ്തില്ലെങ്കിൽ പിന്നെ അവരെന്തോന്ന് മാതാപിതാക്കളാടാ. അച്ഛാ, അതിന് കല്യാണം കഴിക്കേണ്ടത് ഞാനല്ലയോ? എന്റെ ഒരു അനുവാദവും ഇല്ലാതെ? എടാ മോനെ, ഒരു സുപ്രഭാതത്തിൽ ബോധോദയം ഉണ്ടായിട്ടേ ഞാൻ നിന്റെ കല്യാണക്കാരിയൊന്നും ആലോചിച്ചതൊന്നും അല്ല. വർഷങ്ങളായിട്ട് നീ വർമ്മ സാറിന്റെ മകൾ ഋതിക മേഡത്തിന്റെ ബോഡി ഗാർഡായിട്ട് നടന്നു. ഇതിനിടയ്ക്കാണെങ്കിലോ നിങ്ങൾ കല്യാണം കഴിച്ച മട്ടിൽ ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്തു. അങ്ങനെ കുറെ നാള് നീ ഞങ്ങളെയൊക്കെ പറ്റിച്ച്. അതങ്ങ് പോട്ടെ. ഇപ്പോൾ ഞാൻ ഈ കല്യാണം ആലോചിച്ചത് എന്താണെന്നറിയാവോ? അതെ, ഞാൻ നിന്റെ രക്ഷകർത്താവായതുകൊണ്ട്. അച്ഛാ, അതിന് എന്റെ കല്യാണത്തിന് എന്റെ ഇഷ്ടം അച്ഛൻ അറിയണ്ടായോ എന്നാ ഞാൻ ചോദിച്ചത്. എടാ, നിന്റെ ഇഷ്ടം ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. അച്ഛാ, അതിന് എന്റെ ഇഷ്ടം ഇതാണെന്ന് അച്ഛൻ എങ്ങനെ അറിയാം? എടാ, പച്ച മലയാളത്തിൽ പറഞ്ഞാലേ ഞാൻ നിന്റെ അച്ഛനായതുകൊണ്ട്. മക്കളെ ഒരുപാട് സൃഷ്ടിച്ച് കള്ളും കുടിച്ച് കഞ്ഞിക്കലവും തല്ലി പൊട്ടിച്ച് ഭാര്യയും തല്ലി മുറ്റത്ത് വീഴ്ത്തുന്ന ഒരു തന്തയായിരുന്നില്ലടാ ഈ ഞാൻ. സമ്പത്ത് കൊണ്ട് ദരിദ്രനാണെങ്കിലും സമാധാനം കൊണ്ട് സമ്പന്നനായ ഞാൻ നല്ല അന്തസ്സോടുകൂടി തന്നെയാ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്, പ്രത്യേകിച്ച് നിന്നെ. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം അങ്ങ് എടുത്തു. എന്താടാ, ഞാൻ എടുത്തോ തെറ്റായിപ്പോയെന്ന് നിനക്ക് തോന്നുന്നോ? അച്ഛാ, അതുകൊണ്ടല്ല, എനിക്ക് ഋതിക മേഡത്തെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അത് കേട്ടതും വേണുവേട്ടന് ദേഷ്യം കൊണ്ടങ്ങ് തുള്ളുവാണ്. എന്തുകൊണ്ടാണെന്ന് നീ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞേ പറ്റത്തുള്ളടാ. എപ്പോഴും പൊട്ടനെ പോലെ അഭിനയിക്കുന്ന പോലെ ഇപ്പോഴും രാജു പൊട്ടനെ പോലെ നിൽക്കുന്ന കണ്ടോണ്ട് വേണുവേട്ടൻ ചോദിക്കുന്നു, നീ മറ്റാരെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, അത് ഞങ്ങളങ്ങ് നടത്തി തന്നേക്കാം. അയ്യോ അച്ഛാ, അങ്ങനൊന്നുമില്ല. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു കള്ളത്തരവും കാണിക്കാറില്ലല്ലോ അച്ഛാ. അത് നന്നായിട്ട് എനിക്കും അറിയാവടാ. അച്ഛാ, ഈ കല്യാണം നടക്കില്ലച്ചാ. ഇല്ലടാ, ഈ കല്യാണം നടക്കും. ഈ കല്യാണമേ നടക്കത്തുള്ളൂ. ഇത് നിന്റെ അച്ഛനായ ഞാൻ എടുത്ത തീരുമാനം മാത്രമല്ല, വർമ്മ സാറും സരസ്വതി മേഡവും കൂടെ ചേർന്നെടുത്ത തീരുമാനമാണ്. രാജുവിനാണെ അങ്ങ് സങ്കടം വരുക. സങ്കടത്തോടെ പറയുക, അച്ഛാ, എനിക്ക് ഋതിക മേഡത്തെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതെന്താടാ, ഋതിക മേഡം വല്ല അത്ഭുത ജീവിയോ മറ്റോ ആണോ? ഇനി വല്ല ജലകന്യകയോ മറ്റോ ആണോ? അവന്റെ ഒരു ന്യായീകരണം കൊണ്ട് വന്നേക്കുന്നു. എടാ മോനെ, ഞാൻ പറയുന്ന നീ കേക്ക്. നീ ആ കുട്ടിയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അതിനൊരു നല്ല വിവാഹ ജീവിതം ഉണ്ടാവുമോ?
നിന്റെ കൂടെ പൊറുത്ത പെണ്ണെന്നല്ലേ എല്ലാരും പറയൂ. ഇനി സാറിന്റെ കോടിക്കണക്കിന് സ്വത്ത് കണ്ട ആരെങ്കിലും ആ കുട്ടിയെ കെട്ടിയേക്കാം. അങ്ങനെ സ്വത്തെല്ലാം കൈക്കലാക്കിയിട്ട് അവൻ ആ കുട്ടിക്ക് എന്തെങ്കിലും സ്വസ്ഥത കൊടുക്കുമോ നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ പേരും പറഞ്ഞ് ദിനംതനം ആ കുഞ്ഞിനെ പീഡിപ്പിക്കും. ഒടുവിൽ കുക്കർ പൊട്ടിത്തെറിച്ചോ ഗ്യാസ് പൊട്ടിത്തെറിച്ചോ ആ കുഞ്ഞിന്റെ ജീവിതം അങ്ങനെ അങ്ങ് അവസാനിക്കും. ഒടുവിൽ ആ കുട്ടിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി നീയായിരിക്കും. നിനക്ക് പിന്നെ ഈ ഭൂമിയിൽ സ്വസ്ഥതയായിട്ട് ജീവിക്കാൻ പറ്റുവോടാ? നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന മറ്റൊരാളുകൂടിയുണ്ട്, വർമ്മ സാറ്. അദ്ദേഹത്തിന്റെ മനസ്സുകൂടെ നീ വേദനിപ്പിക്കും. ഈ അച്ഛൻ ഒന്നേ പറയാനുള്ളൂ, നീ ആ കുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുമോനെ. വേണുവേട്ടൻ പറയുന്നതൊക്കെ കേട്ട് ഒന്നും മിണ്ടാനാകാതെ ഇങ്ങനെ കണ്ണും മിഴിച്ചിങ്ങനെ രാജു വേണുവേട്ടനെ തന്നെ നോക്കി നിൽക്കുവാണ്. ഇതാ നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ ജാതകവിധി എന്നേ എനിക്ക് പറയാനുള്ളടാ എന്നും പറഞ്ഞ് വേണുവേട്ടൻ ദേഷിച്ച് ആ പെട്ടി ഡമാന്നങ്ങ് അടച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ്. രാജു ആകെ ആശയക്കുഴപ്പത്തിലായി. കടലിനും ചെകുത്താനും നടുക്ക് നിൽക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ ഒരവസ്ഥയിലാണ് ഇപ്പൊ രാജു നിൽക്കുന്നത്. ഹൃദയക്ക് സങ്കടം അടക്കാൻ പറ്റുന്നില്ല. ഹൃദയ ഇങ്ങനെ ഏങ്ങലടിച്ച് കരഞ്ഞോണ്ടിരിക്കുവാണ്. ആ സമയത്ത് അപ്പുറത്ത് മാറി ഇങ്ങനെ അപ്പു ഫോൺ ചെയ്തോണ്ടിരിക്കുവാണ്. ആർക്കും അപ്പു കേൾക്കുന്നുണ്ട് ആരോ ഏങ്ങലടിച്ച് കരയുന്നു. അവള് നോക്കുമ്പോൾ ഋതിക ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അപ്പു ഫോൺ കട്ട് ചെയ്തിട്ട് ഋതികയുടെ അടുത്തോട്ട് വരുവാണ്. എന്താ ചേച്ചി, എന്തിനാ ചേച്ചി കരഞ്ഞ്? ഇല്ല മോളെ, ഞാൻ കരഞ്ഞില്ലല്ലോ. ചേച്ചി എന്നോട് കള്ളം പറയരുത്, ഞാൻ കണ്ട് ചേച്ചി കരഞ്ഞോണ്ടിരിക്കുന്നത്. എന്താ ചേച്ചി, പറ ചേച്ചി. ഈ കരയുന്നത് എന്റെ ചേച്ചിയാ. എന്റെ ചേച്ചി കരഞ്ഞ എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ? എന്നോട് പറ ചേച്ചി. ചേച്ചിയുടെ സങ്കടത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാകണ്ടേ, അതൊന്ന് പറഞ്ഞേ പറ്റൂ, പറ ചേച്ചി എന്നിങ്ങനെ അപ്പു ഇങ്ങനെ നിർബന്ധിക്കുവാണ്. അപ്പോൾ യാമിനിയും സരസ്വതിയമ്മയും കൂടെ എന്തോ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. അവർ നോക്കുമ്പോൾ ഋതിക ഏങ്ങിക്കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അയ്യോ, ഋതിക മോളെന്തിനാ കരയുന്നത് എന്നും പറഞ്ഞ് സരസ്വതിയമ്മയും യാമിനിയും കൂടെ അവിടെ അടുത്തോട്ട് വരുവാണ്. എന്തുവാ രണ്ടുപേരും കൊണ്ട് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഋതിക പറയും, ഒന്നുമില്ല അമ്മാമ്മേ, അങ്ങനെയല്ല, ചേച്ചി ഇവിടുന്ന് കരയുമായിരുന്നു എന്നിങ്ങനെ അപ്പു പറയുവാണ്. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചിട്ട് ചേച്ചി ഒന്നും പറയുന്നതുമില്ല. എന്റെ കൊച്ചുമോള് കരയുന്നോ? എന്താ കാര്യം? യാമിനിയും ചോദിക്കുന്നു. എന്താ മോളെ കരഞ്ഞത്? എന്തിനാ എന്റെ മോള് കരഞ്ഞത് എന്നിങ്ങനെ അവര് മാറിയും തിരിഞ്ഞും ചോദിക്കുവാണ്. എന്താ പ്രശ്നമെന്ന് തുറന്ന് പറ മോളെ, നമുക്ക് വഴിയുണ്ടാക്കാം എന്നിങ്ങനെ സരസ്വതിയമ്മ വീണ്ടും ആവർത്തിച്ച് പറയുവാണ്. ഋതിക വിങ്ങി പൊട്ടിക്കൊണ്ട് പറയുക, രാജു, അയ്യോ രാജുവിന് എന്താ മോളെ? രാജു പറഞ്ഞ് ഈ കല്യാണം നടക്കില്ലെന്ന്. അത് കേട്ടപ്പോ സരസ്വതിയമ്മയും യാമിനിയും അപ്പു അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. സരസ്വതി അമ്മയ്ക്ക് അത് കേൾക്കുമ്പോ സങ്കടവും ദേഷ്യം വരുന്നുണ്ട്. ആഹാ, അവൻ അങ്ങനെ പറഞ്ഞോ? എന്താ കാര്യം? അപ്പൊ യാമിനി പറയുക, രാജുവിന് ഋതികമ്മോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവന്റെ മനസ്സിൽ മറ്റെന്തോ കാര്യങ്ങളുണ്ട്. അപ്പു പറയുക, മുത്തശ്ശി രാജീവേട്ടനോട് സംസാരിച്ചാൽ മതി, രാജുവേട്ടൻ എല്ലാം കേൾക്കും. മോള് പെട്ടെന്ന് തന്നെ രാജുവിനെ ഫോൺ വിളിച്ചിട്ട് പറ, ഞാൻ വിളിക്കുന്ന അത്യാവശ്യമായിട്ട് അവൻ ഇപ്പോൾ ഉടനെ ഇവിടെ വന്നേ പറ്റുമെന്ന്. ശരി മുത്തശ്ശി എന്നും പറഞ്ഞ് അപ്പു രാജുവിന് ഫോൺ ചെയ്യുന്നുണ്ട്. രാജുവേട്ടാ, ഞാനാ അപ്പു. എന്താ അപ്പു? അതെ, മുത്തശ്ശിക്ക് രാജുവേട്ടനെ ഉടനെ ഒന്ന് കാണണമെന്ന് എളുപ്പം തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശരി അപ്പു, ഞാനിപ്പോ ഇതാ വരുക എന്ന് പറഞ്ഞിട്ട് രാജു വർമ്മ സാറിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. കരഞ്ഞോണ്ട് നിൽക്കുന്ന ഋതികയെ നോക്കി സരസ്വതി അമ്മ പറയുന്നുണ്ട്, എന്റെ മോള് സമാധാനിക്ക്, എന്റെ മോളെ സ്വപ്നം ഈ അമ്മാമ്മ സാധിച്ചു തന്നിരിക്കും. അത് ഈ അമ്മാമ്മ മോക്ക് ഉറപ്പ് തരുക, എന്റെ മോള് കരയാതെ എന്നും പറഞ്ഞ് ഋതികയെ സമാധാനപ്പെടുത്തുവാണ്. രാജുവിന്റെ വീട്ടിലൊരു വട്ടമേശാ സമ്മേളനം നടക്കുവാണ്. അതിന് നേതൃത്വം വഹിക്കുന്ന ആരാ? നമ്മുടെ മുണ്ടയ്ക്കൽ കൊച്ചമണി. രാധമ്മയും ജയനും പ്രിയയും എല്ലാവരും ചേർന്നുള്ള വട്ടമേശ സമ്മേളനമാണ്. കൊച്ചമ്മണി പറയുക, എന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹനീയമായ ഒരു കല്യാണമായിരിക്കും ഇത്. അതെങ്ങനെ നടത്തണമെന്നൊക്കെ ഞാൻ പറയും, അതുപോലെ നിങ്ങൾ നടത്തിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ വലിയ ആള് ചമഞ്ഞ് പറയുവാണ്. പ്രിയയ്ക്കും ജയനും ദേഷ്യം കൊണ്ട് വയ്യ. രാധമ്മയും മനസ്സിൽ പറയുവാണ്, ഈ തള്ളയുടെ പൊട്ടത്തറ എത്ര നേരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം ഈശ്വര. പ്രിയ ജയന്റെ ചെവിയിലോട്ട് പതുക്കെ പറയുക, ഈ മഹനീയ നേതാവിനെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് ഒന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ ഈ കല്യാണം ഇവർ അലമ്പാക്കും. ജയൻ പറയുക, ഇപ്പൊ ഈ തള്ളയെ വെറുപ്പിക്കണ്ട, ഈ തരികിടത്തള്ള നമ്മളോടൊപ്പം നിൽക്കുന്ന എന്തുകൊണ്ടും നല്ലതാ. കൊച്ചമ്മണി നോക്കുമ്പോൾ പ്രിയയും ജയനും എന്തോ പുറൂറുക്കുന്നുണ്ട്. കൊച്ചമ്മണി പറയുക, ഏണ്ടേ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണിത്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടല്ലോ. പ്രിയ പറയുക, ഞാൻ എന്തെങ്കിലും രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് എൻ്റെ ഭർത്താവിനോടാ. ആഹാ, നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ ഈ കോന്തനില്ലേ, അവനെ പെറ്റതേ ഈ കൊച്ചമ്മണിയാ. എന്റെ ഇടിവെട്ട് നേരത്ത് എനിക്ക് ദൈവം തന്നതാണ് ഈ ഇരിക്കുന്ന മരവാഴ. കേട്ടോടി പ്രിയ, ഈ തള്ള പറയുന്നത് എന്നെ മരവാഴയെന്ന്. പ്രിയ പറയുക, മറ്റൊരു മരവാഴയുടെ ചുവട്ടിലെ വേറൊരു മരവാഴ കിളിർക്കൂ.
അതറിയില്ലേ? ഇതൊക്കെ കേട്ടിട്ട് രാധമ്മയ്ക്ക് ദേഷ്യം വരുന്നു. രാധമ്മ പറയാ, എൻ്റെ അമ്മ അതൊക്കെ അങ്ങ് വിട്, നമ്മളിപ്പോ ഒരു നല്ല കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? അതിനിടയ്ക്ക് എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരു വഴക്ക്? അയ്യോ രാധേ, അതിന് ഞാനല്ലല്ലോ വഴക്കുണ്ടാക്കുന്നത്. ഞാനേ അമ്മായിയമ്മ പോരും മറന്നിട്ട് എത്ര കാലമായെന്ന് രാധയ്ക്ക് അറിയാവോ? വല്ലപ്പോഴുമെങ്കിലും മരുമകളെ രണ്ട് വഴക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അപ്പോഴങ്ങോട്ട് സന്തോഷവതിയായിട്ട് ഉത്സാഹിച്ചിങ്ങനെ വരുന്നുണ്ട് നമ്മുടെ രമ്യ. രമ്യ കണ്ടതും നമ്മുടെ കൊച്ചമ്മണി വരും, ദാണ്ട വരുന്നുണ്ടല്ലോ പ്രണയക്കിളി. കൊച്ചമ്മണി പറയാ, മോളിങ്ങോട്ടൊന്ന് വന്ന് ഇരുന്നേ, നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു പൊതുയോഗം കൂടുമായിരുന്നു. കൊച്ചമ്മണി ചിരിച്ചുകൊണ്ട് പറയുക, മോളെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടത്തി തരും, പക്ഷേ ആ ടൗണിലുള്ള വീടുണ്ടല്ലോ അതെന്റെ പേരിൽ എഴുതി തന്നിരിക്കണം. അത് ഞാൻ മറന്നിട്ടില്ല മുണ്ടക്കലമ്മേ. എന്നാലേ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് സെക്കൻഡ് നൈറ്റ് ആകുന്നതിന് മുമ്പത്തെ പകല് തന്നെ എൻ്റെ കയ്യിൽ ആ വീടിന്റെ താക്കോൽ തന്നിരിക്കണം. രമ്യ പറയുക, അത് ഉറപ്പല്ലേ മുണ്ടക്കലമ്മേ? ജയൻ പ്രിയയുടെ കാതി പറയുക, എൻ്റെ പ്രിയെ, ഈ തള്ള അവളെ ഊറ്റി ഊറ്റി എല്ലാം പിഴിഞ്ഞെടുത്തിട്ട് അവസാനം നമുക്കുള്ളതൊന്നും കിട്ടാതെ പോവുകയും ചെയ്യും. ജയേട്ടൻ പറഞ്ഞത് ശരിയാ, ഇപ്പോഴേ നമുക്ക് രമ്യയോട് പറഞ്ഞ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കണം. രാധമ്മ പറയുക, നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിങ്ങനെ വർത്താനം പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ തന്നെ എല്ലാം അങ്ങ് തീരുമാനിച്ചോ, ഞാനങ്ങ് പോവുക എന്നും പറഞ്ഞ് രാധമ്മ എഴുന്നേക്കുമ്പോൾ പെട്ടെന്ന് രമ്യ അവളെ പിടിച്ചിരുത്തിയിട്ട് പറയുന്നു, അയ്യോ രാധമ്മേ, ഞാൻ രാധമ്മയെ കൂടെ കണ്ടൊരു കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. എന്താ മോളെ? അതെ, വിവാഹ മുഹൂർത്തം നിങ്ങൾ കുറിപ്പിക്കുന്നോ അതോ ഞങ്ങൾ ജ്യോത്സ്യരെ കണ്ട് കുറിപ്പിക്കണോ എന്ന് ചോദിക്കാൻ അമ്മ പറഞ്ഞു വിട്ടതാ. രാധമ്മ ഉടനെ മുണ്ടക്കലമ്മയോട് ചോദിക്കുന്നു, അതെങ്ങനാ അമ്മേ? അതെങ്ങനെ വേണമെന്ന് എന്നോട് ചോദിക്കണം, അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയും. അതിനെ ചില ആചാര മര്യാദകളൊക്കെ ഉണ്ട്. കല്യാണ മുഹൂർത്തം പെണ്ണ് വീട്ടുകാർ കുറിപ്പിക്കണം, അതാണ് അതിന്റെ നിയമം. അതും നല്ല ജ്യോത്സ്യനെ കൊണ്ട് തന്നെ കുറിപ്പിക്കണം. ചില ജ്യോത്സ്യന്മാരാന്നും പറഞ്ഞ് കുറെ പോങ്ങന്മാർ ഇറങ്ങിയിട്ടുണ്ട്. രാധമ്മ പറയുന്നു, രമ്യേ, എന്നാൽ അമ്മ പറഞ്ഞ പോലെ ചെയ്യുമോളെ. കല്യാണം വലിയ ആർഭാടപാട്ടൊന്നും വേണ്ടെന്നാ അമ്മ എന്നോട് പറഞ്ഞത്. അതൊന്നും പറ്റത്തില്ല, നല്ല ഗംഭീരമായിട്ട് നടത്തണം എന്ന് കൊച്ചമ്മണി പറയുക. നമുക്ക് കല്യാണം കന്യാകുമാരി വെച്ച് നടത്തിയാലോ? അത് കേട്ടിട്ട് ജയൻ ദേഷ്യം വന്നിട്ട് പറയാ, എന്തിന്, നിങ്ങൾക്ക് കടലിൽ കയറി ചാടി ചാവാനോ? എടാ, ഇവിടെ ഒരു കല്യാണമേ ഇനി നടക്കാനുള്ളു, അത് നല്ല ഗംഭീരമായിട്ട് തന്നെ അങ്ങ് നടത്തണം. അല്ലെങ്കിൽ കന്യാകുമാരി വേണ്ട, ഹൈദരാബാദ് മതി, എനിക്ക് അവിടെ നല്ല പിടിപാടൊക്കെ ഉള്ളതാ. ജയൻ പറയാ, ഇവർക്ക് ഒരുപാട് പിടിപാടുണ്ട്, കമ്പിയേലായിരിക്കും, വല്ല സെൻട്രൽ ജയിലെങ്ങാനും കിടന്നതായിരിക്കും. എടാ ജയ, നീ ഇനി വാ തുറന്ന് എന്തെങ്കിലും സംസാരിച്ച എന്റെ സിങ്കിടിമുണ്ടം ഭഗവാനാണ് സത്യം, ഇന്നിവനെ ഞാൻ കൊല്ലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ വേണുവേട്ടൻ പുറത്തെവിടെയോ പോയിട്ട് അങ്ങോട്ട് വരുവാണ്. വേണുവേട്ടൻ നോക്കുമ്പോൾ ഒരു വട്ടമേശ സമ്മേളനം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതൊന്നും നല്ല കാര്യത്തിനല്ല, എന്തോ ഗൂഢാലോചനയാണെന്ന് വേണുവേട്ടന് മനസ്സിലായി. വേണുവേട്ടൻ ചോദിക്കുക, അല്ല, നിങ്ങൾ ആരുടെ കല്യാണക്കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? മുണ്ടക്കൽ അമ്മണി പറയാ, അയ്യോ അച്ഛൻ അറിഞ്ഞില്ലേ മകന്റെ കല്യാണക്കാര്യം? അതെ, ഞങ്ങൾ രാജുവിന്റെയും രമ്യയുടെയും കല്യാണക്കാര്യത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. രാജുവിന്റെയും രമ്യയുടെയും കല്യാണക്കാരിയോ? അതാരാ തീരുമാനിച്ചത്? എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. പെട്ടെന്ന് ജയൻ പറയാ, അച്ഛൻ എന്തിനാ ഈ കാര്യത്തിൽ തടസ്സം നിൽക്കുന്നത്? രമ്യയും രാജുവായിട്ടുള്ള കല്യാണത്തിന് രാധമ്മ രുക്മിണിയമ്മയ്ക്ക് വാക്കുകൊടുത്തു. ഇപ്പോഴൊരു വലിയ പൊട്ടിത്തെറി നടക്കുമെന്നിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുവാണ് നമ്മുടെ രാധമ്മ. വേണുവേട്ടനെ കാലേന്ന് പെരുത്തു വരുവാണ് ദേഷ്യം. ദേഷ്യത്തോടെ ചോദിക്കുന്നത്, നേരാണോടി ഇവനീ പറഞ്ഞത്? രാധമ്മ ഒന്നും മിണ്ടുന്നില്ല. എടി, നിന്നോടാ ചോദിച്ചത്, നേരാണോടി? എന്നിങ്ങനെ അലർച്ചയാണ്. അതെ, നേരാണ്, രാധമ്മയും പറയൂ അതേ ദേഷ്യത്തിൽ തന്നെ. ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാവുന്ന ഞാൻ രുക്മിണിക്ക് വാക്കുകൊടുത്തു. എന്നോട് ചോദിക്കാതെയോ? അതെ, ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. ശ്രീലക്ഷ്മിയെ രുക്മിണി മരുമകളായി അംഗീകരിക്കാനും ഹരീഷിന് ഷെയർ കൊടുക്കാനും രുക്മിണി എനിക്ക് വാക്ക് തന്നു. പകരം രാജുവിൻ്റെയും രമ്യയുടെയും കല്യാണം നടത്തിക്കൊടുക്കണമെന്നുള്ള അവരുടെ ആവശ്യം ഞാൻ അങ്ങ് അംഗീകരിച്ചു. എന്ന് വെച്ചാൽ നീ എന്താവാടി പറയുന്നത്? നമ്മളുടെ ഇളയ മകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. ഒരു മകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മറ്റൊരു മകന്റെ ജീവിതം നീ ബലി കൊടുത്തു അല്ലേടി? രാധമ്മ പറയുക, ഞാൻ ചെയ്ത ഒരു തെറ്റായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവൻ്റെ അമ്മയാ, നീ അവൻ്റെ അമ്മയായിക്കോ, പക്ഷേ ഞാൻ അവൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം നീ മറന്നു കളഞ്ഞു. വേണുവേട്ടന് ഇത്രയും ചൂടാകുന്നത് ആരും കണ്ടിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പതറി നിൽക്കുവാണ്. മുണ്ടക്കലമ്മ പറയുക, അല്ലച്ച, അച്ഛൻ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നത്? വേണുവേട്ടൻ ഒരൊറ്റ അലർച്ച, മിണ്ടിപ്പോകരുത് നിങ്ങൾ. ഞാൻ എൻ്റെ ഭാര്യയോടാണ് സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് കയറി എന്തെങ്കിലും അഭിപ്രായം പറയാൻ വന്നാൽ സമനില തെറ്റി നിൽക്കുന്ന ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ പ്രവർത്തിച്ചെന്നിരിക്കും. അതിൻ്റെ പേരിൽ പിന്നെ എൻ്റെ മകളെ കരയാൻ ഇടവരുത്തരുത് നിങ്ങൾ.
നിങ്ങൾ എൻ്റെ മരുമകൻ്റെ അമ്മയാ. എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. വേണുവേട്ടൻ ദേഷ്യത്തിൽ ഒച്ചത്തിൽ പറയുവാണ്, എടി രാധമ്മേ, നീ ഉറപ്പിച്ച ഈ കല്യാണം നടക്കില്ല. രാജു സ്നേഹിക്കുന്ന വർമ്മ സാറിന്റെ മകൾ ഋതികയാണ്. ഋതികയും രാജുവും തമ്മിലുള്ള വിവാഹമേ ഇവിടെ നടക്കൂ. പൂച്ചയെപ്പോലെ തന്നെ രാധമ്മയ്ക്ക് ഭയങ്കര ധൈര്യം കൂടിക്കഴിഞ്ഞ് രാധമ്മ ചോദിക്കുന്നു, ആര് നടത്തും? ഞാൻ നടത്തുവടി. എന്താടി നിനക്ക് സംശയമുണ്ടോ? അങ്ങനെ സന്തോഷവും സമാധാനപരമായി ഇണക്കുരുവികളെ പോലെ ജീവിച്ചിരുന്ന വേണുവേട്ടനും രാധമ്മയും അംഗത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞ്. വേണുവേട്ടൻ പറയുക, എന്റെ മകന്റെ കല്യാണം ഞാൻ നടത്തുവടി. രാജുവിനെ പ്രസവിച്ചത് ഈ രാധമ്മയാണെങ്കിൽ ഈ നിൽക്കുന്ന രമ്യയും രാജുവായിട്ടുള്ള കല്യാണമേ നടക്കൂ. അതാരൊക്കെ എതിർത്താലും ഞാനത് നടത്തിയിരിക്കും. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുവാണ് നമ്മുടെ വേണുവേട്ടൻ. അങ്ങനെ പോർവിളിയും ശംഖുമുഴക്കവും തുടങ്ങിക്കഴിഞ്ഞു. ഇനി യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവാണെങ്കിൽ സരസ്വതി അമ്മയെ കാണാൻ പോയിരിക്കുവാണ്. സകല സൗഭാഗ്യത്തോടെ സുന്ദരിയായ ഒരു പെണ്ണിനെ കൊടുക്കുമ്പോൾ രാജു എന്താണ് ഇനി സരസ്വതി അമ്മയോട് പറയാൻ പോകുന്നതെന്നും അറിയില്ല. സരസ്വതി അമ്മയുടെ വാക്കുകൾ രാജു അംഗീകരിക്കുമോ എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.